ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇത് കണ്ടോ, ഞാൻ ഉണ്ടാക്കിയ ഉണ്ണിയപ്പമാണേ. 2 ദിവസമായി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഇത് ഞാൻ മോന് ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നോട് പറയും, അമ്മ വേറെ ഒന്നും വേണ്ട, ഉണ്ണിയപ്പം മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ് ഉണ്ണിയപ്പം. പിന്നെ ഇത് പച്ചരി നമ്മളൊരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് പിന്നെ ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് ആ ശർക്കര ഇളം ചൂടിൽ ആ ശർക്കര പാനിയിലാണ് നമ്മൾ ഈ അരി അരയ്ക്കുന്നത് കേട്ടോ. അതിലേക്ക് ഒരു 2 കപ്പ് മൈദപ്പൊടി ഇടും. പിന്നെ അതേപോലെ മൈസൂർ പഴം ഒരു 4 എണ്ണം ഇടും. പിന്നെ ഇച്ചിരി ഏലക്കാപ്പൊടി. പിന്നെ ഇതിൽ ഏറ്റവും രുചി ഉണ്ടാവുന്നത് നമ്മളെന്താ പറയുക, ഈ കൊട്ടത്തേങ്ങ നെയ്യിൽ വറുത്തിടും കേട്ടോ. ഞാനത് ഇത്തിരി അധികം ഇടും. എന്നിട്ട് ഇങ്ങനെ ഈ മാവ് റെഡിയാക്കിയിട്ട് വീണ്ടും ഒരു 4-5 മണിക്കൂർ വെച്ചേക്കണം. എന്നാലേ അപ്പം ഇങ്ങനെ പൊങ്ങി കിട്ടുള്ളൂ. ഇതിപ്പം കണ്ടില്ലേ, ഞാനിപ്പോൾ അപ്പം ഉണ്ടാക്കാനെടുത്തു കേട്ടോ. ഉണ്ടാക്കാനെടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കയ്യിലോണ്ട് നമ്മൾ ഒഴിക്കുമ്പോൾ, ഞാൻ ഗ്ലാസ്സിലൊഴിക്കുമ്പോൾ നമുക്ക് അത് എടുത്ത് ഒഴിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പുറത്തേക്കൊന്നും മാവ് പോകില്ല. അതുകൊണ്ട് ഞാൻ ഈ ഗ്ലാസ്സിലൊഴിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഗ്ലാസ്സിൽ മാവ് ഒഴിച്ചിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് ഇപ്പറയൊന്നും വീഴില്ല. അപ്പം നല്ല ഒരു ഭംഗിയായിട്ട് കിട്ടും. ഇത് അപ്പറയും വീണ് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ കരിഞ്ഞ് വരും. കുറേ കഴിയുമ്പം ചെറിയ മണി പോലെ കരിഞ്ഞ് വരും. അത് ഇങ്ങനെ അപ്പത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ആകുമ്പോൾ ഗ്ലാസ്സിലൊഴിക്കുമ്പം പ്രശ്നമില്ല, നമുക്ക് ഓരോ കുഴിയിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതിൽ നന്നായിട്ട് ഞാൻ കൊട്ടത്തേങ്ങ വറുത്തിട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ അല്ലെങ്കിലും ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അപ്പത്തിലൊന്നും ഈ തേങ്ങ ഉണ്ടാവില്ലല്ലോ അല്ലേ. തേങ്ങ ചിലവരൊക്കെ ഇങ്ങനെ ഇടുള്ളൂ. ഞാൻ ഒത്തിരി ഇടും, കാരണം നമ്മളെ പിള്ളേർക്ക് തന്നെ കഴിക്കാനല്ല, നമ്മൾ കടയിൽ കൊടുക്കാനൊന്നുമല്ലല്ലോ. അപ്പം കൊട്ടത്തേങ്ങ വറുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതേപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കണം കേട്ടോ.